വരൂ കാളി, വരൂ, വന്ന് നമ്മെ ആക്രമിക്കൂ. വരൂ, വരൂ. അന്തകൻ മഹാദേവന്റെ അസാന്നിധ്യത്തെ മുതലെടുത്ത് വലിയ കൗശലമാണ് പ്രയോഗിച്ചത്. ഇനി പ്രപഞ്ചത്തിന്റെ സർവനാശം നിശ്ചയമാണ് സഹോദരി സരസ്വതി. പ്രപഞ്ചത്തിന്റെ സർവനാശത്തിനുള്ള സൂചന അസുരഗുരു ശുക്രാചാര്യരെ വിവരമറിയിക്കണം. തപസ് ചെയ്യുന്ന സമയങ്ങളിൽ ആരും തന്നെ നമ്മെ ശല്യം ചെയ്യാൻ പാടുള്ളതല്ല. അതിനുവേണ്ടിയാണ് ഈ സുരക്ഷാ കവചം ദേവരാജനേന്ദ്ര. ദേവരാജൻ ഇന്ദ്രൻ ഇവിടെ വന്നതിൽ ആശ്ചര്യം തോന്നുകയാണ്. അസുരഗുരു, ഇന്ന് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് എന്ത് ഭീഷണിയാണുള്ളത്? ഭീഷണികൾ എപ്പോഴും അസുരന്മാരാണ് കൊണ്ടുവരിക. ഇത്തവണയും അങ്ങയുടെ ശിഷ്യൻ അന്ധകൻ കാരണം വിനാശത്തിനുള്ള സാഹചര്യമുണ്ടായിരിക്കുന്നു. അന്ധകൻ എന്താണ് ചെയ്തത്? ശിവന്റെ അസാന്നിധ്യത്തിൽ മാതാവ് പാർവതിയെ സ്വന്തമാക്കാനുള്ള മോഹത്താൽ അവൻ കൈലാസത്തെ ആക്രമിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കോപത്താൽ മാതാവ് പാർവതി കാളി രൂപം പ്രാപിച്ചിരിക്കുന്നു. കാളിയെ കേവലം ശിവന് മാത്രമേ ശാന്തയാക്കാനാകൂ. ശിവൻ സ്വന്തം ഓർമ്മകൾ നഷ്ടപ്പെട്ട് സതി അനസൂയയുടെ പുത്രനായിരിക്കുകയാണ്. നമ്മുടെ ആരാധ്യൻ, നമ്മുടെ ഗുരുദേവൻ ശിവൻ സ്വന്തം ഓർമ്മകൾ നഷ്ടപ്പെട്ട് ബാലകനായെന്നോ? അതെ അസുരഗുരു, പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങയുടെ തപസ്സിൽ മുഴുകിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങ് ഇതറിയാതെ പോയത്. എന്നെ വിവാഹം ചെയ്യൂ. സമ്മതമാണോ? അതോ നിന്നെ ഇവിടെ നിന്നും ബലമായി പിടിച്ച് വരിച്ചിഴച്ചു കൊണ്ടുപോകണമെന്നാണോ? വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അന്ധകൻ ഈ ചെയ്തത് ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയാണ്. ജഗത് മാതാവിനുമേൽ കുദൃഷ്ടിയോടെ നോക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ആ ദുഷ്ടൻ. അവന് കാളിയുടെ കരങ്ങളാൽ ശിക്ഷ ലഭിച്ചേ മതിയാകൂ. അന്ധകനെ കാളി തീർച്ചയായും ശിക്ഷിക്കുന്നതാണ്. പക്ഷേ കാളിയുടെ സംഹാരം ആരംഭിച്ചു കഴിഞ്ഞാൽ തടയാൻ സാധിക്കില്ല. മാത്രമല്ല, സംഹാരത്തിന്റെ ഉന്മാദാവസ്ഥയിൽ കാളിക്ക് ആരെയും തിരിച്ചറിയാനാകില്ല. കാളിയെ കേവലം ശിവന് മാത്രമേ ശാന്തയാക്കാനാകൂ. പക്ഷേ ശിവൻ ഇപ്പോൾ ഒരു ബാലകനാണ്. ദേവരാജനേന്ദ്ര, അന്ധകനാൽ സംഭവിച്ച ഈ തെറ്റ് ഒരിക്കലും തിരുത്താനാകുന്നതല്ല. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചേ മതിയാകൂ.
കാളിയുടെ കരങ്ങളാൽ ഈ പ്രപഞ്ചം തന്നെ സംഹരിക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ കാളിയെ തടയുന്നതിനായി നമ്മുടെ ഗുരുദേവൻ സ്വയം തന്റെ ബാലകരൂപം ഉപേക്ഷിച്ച് യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. പക്ഷേ ആർക്കറിയാം, ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണോ എന്ന്. നോക്കിയോ, ശിവഭവനത്തിൽ എങ്ങുമില്ലേ? അതേ മാതേ, നാം എല്ലായിടത്തും നോക്കിയിരുന്നു. നമുക്കറിയില്ല ശിവ എവിടെയാണ് പോയിരിക്കുന്നതെന്ന്. എന്ത് സംഭവിച്ചു ദേവി? വേറെന്താണ്, എപ്പോഴും സംഭവിക്കുന്നത് തന്നെ. ശിവയെ കാണുന്നില്ല. അവിടത്തേക്ക് സ്വന്തം പുത്രനെ കുറിച്ച് അറിയാവുന്നതല്ലേ ദേവി? അവൻ സാക്ഷാൽ ശിവന്റെ അവതാരമാണ്. ആശങ്കപ്പെടാതിരിക്കൂ ദേവി, എത്രയും വേഗം അവിടുത്തെ പുത്രൻ വരുന്നതാണ്. പക്ഷെ ഋഷിവരി, അവൻ വരുന്നതും കാത്തിരിക്കാനാവില്ലല്ലോ. നമുക്കവനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരമ്മ തീർച്ചയായും അറിഞ്ഞിരിക്കണം അവളുടെ പുത്രൻ എവിടെയാണെന്ന്. സ്വയം മഹാദേവനായ ശിവൻ വന്നിരിക്കുന്നു. മഹാദേവ, നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടിയാണ് കരയുന്നത്? പ്രഭു, ഞങ്ങൾ ഈ പ്രപഞ്ചം ഉപേക്ഷിച്ച എല്ലാവരും അപമാനിക്കുന്ന ഭൂതങ്ങളും പ്രേതങ്ങളുമാണ് പ്രഭു. എന്താണ് നിങ്ങളുടെ ദുഃഖം? എന്തു പറയാനാണ് പ്രഭു, ഞങ്ങൾ ഭൂതങ്ങളുടെ ജീവിതം വളരെ കഷ്ടങ്ങൾ നിറഞ്ഞതാണ്. ഞങ്ങൾക്ക് ആരും ഉണ്ടാകാറില്ല പ്രഭു. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് പ്രഭു. എപ്രകാരമാണോ എന്നെ കുടുംബം ഉപേക്ഷിച്ചത് അതുപോലെ ഉപേക്ഷിക്കുകയാണ് പ്രഭു. ഇനി അവിടുന്ന് തന്നെ പറഞ്ഞാലും പ്രഭു, ഈ പ്രപഞ്ചത്തിൽ ഇനി നമ്മെ സ്വീകരിക്കാൻ ആരാണ് പ്രഭു? മൃത്യുവിന് ശേഷവും ആരെങ്കിലും സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ശക്തമായിട്ടുണ്ട്. അതിനാൽ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത്? അതുവരെ ഞാൻ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളെ എല്ലാവരെയും എൻ്റേതായി സ്വീകരിക്കുന്നു. അവിടത്തേക്ക് ഈ ശ്മശാനത്തിൽ വന്ന് ഞങ്ങളോടൊപ്പം കഴിയാൻ സാധിക്കുമോ? അങ്ങയുടെ കർമ്മങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സുഖദുഃഖങ്ങൾ പങ്കിടാനാകുമോ? തീർച്ചയായും. പുഷ്പദന്ത, അന്തകൻ മായ പ്രയോഗിച്ചിരിക്കുകയാണ്. നമുക്കിത് മാധവിനെ അറിയിക്കേണ്ടതുണ്ട് പുഷ്പദന്ത. പക്ഷെ നമ്മളിപ്പോ ബന്ധനത്തിലല്ലേ?
ഈ കാളിയെ നമ്മുടെ മായാവലയത്തിനുള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ പദ്ധതി വിജയിക്കുകയുള്ളൂ. ഇനി കാളി നമ്മുടെ അടിമയാകും. നാം അവളെ നമ്മുടെ ആയുധമാക്കി തീർക്കും. കാളി ഇനി നീ അകപ്പെടും ഈ അന്ധകന്റെ മായാവലയത്തിനുള്ളിൽ. കണ്ടോളൂ കാളി, നാം എങ്ങനെയാണ് നിന്നെ ബന്ധിക്കാൻ പോകുന്നതെന്ന്. പുഷ്പദന്ത, നമുക്ക് മാതാവിനെ ഈ തന്ത്രത്തെക്കുറിച്ച് അറിയിച്ചേ മതിയാകൂ. മാതേ! പുഷ്പദന്ത, നമുക്കിത് മാതാവിനെ അറിയിച്ചേ മതിയാകൂ. മതികാളെ, ഇനി അല്പനിമിഷം മാത്രം, പിന്നെ നീ അന്ധകന്റെ അടിമയായിരിക്കും. അസംഭവ്യം. ഇതെന്താണ് സംഭവിക്കുന്നത്? നാം പറഞ്ഞിരുന്നതല്ലേ കാളി, ഇനി അല്പസമയം മാത്രം മതിയെന്ന, പിന്നെ നീ അന്ധകന്റെ അടിമയാകുമെന്ന. നോക്കൂ, നീ ഇപ്പോ അന്ധകന്റെ അടിമയായിരിക്കുന്നു. ഇര എത്രയൊക്കെ ബലശാലിയായിരുന്നാലും വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിയേ തീരൂ. ആരും ജീവനോടെ രക്ഷപ്പെടില്ല. ആരും ജീവനോടെ രക്ഷപ്പെടില്ല. വധിക്കുന്നതാണ്. നിനക്ക് സ്വതന്ത്രയാകണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് കാളി. നമ്മുടെ അടിമയാകാൻ സമ്മതിച്ചേക്ക്. സമ്മതിക്കുകയാണെങ്കിൽ നീ സ്വതന്ത്രയാകും. സമ്മതിച്ചില്ലെങ്കിൽ ഇന്നു നിന്റെ അന്ത്യം നിശ്ചയമാണ്. അന്ത്യം നിന്റേതായിരിക്കും ദുഷ്ട.
അന്ധകാരം പടർത്തുന്ന നിന്റെ അന്ത്യം. സ്വന്തം മനസ്സിനെ ശാന്തമാക്കൂ ധിക്കാരിയായ കാളി, ശാന്തമാക്കോ. എന്നിട്ട് നാം പറഞ്ഞത് ചിന്തിക്കുക. നിനക്കതിൽ ഗുണം മാത്രമേ ഉണ്ടാകൂ. നിന്റെ ബലവും നമ്മുടെ കഴിവും തന്ത്രവും രണ്ടും ഒന്നായി ചേർന്ന് ഒരു പുതിയ പ്രപഞ്ചത്തിന് ജന്മം നൽകും.